നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കുടുംബശ്രീ മിഷന്റെ കറി പൗഡർ കൺസോർഷ്യം ഓഫീസ് നടത്തറ പൂച്ചട്ടിയിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂരിൽ വിശുദ്ധ എവുപ്രാസമ്മയുടെ തീർത്ഥകേന്ദ്രത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിശുദ്ധയുടെ കബറിടം സന്ദർശിച്ച് വണങ്ങി. തൃശൂർ രാമനിലയത്തിൽ നിന്നും പുറത്തിറങ്ങിയ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരാഞ്ഞ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായി പരാതി. മച്ചാട് സാന്ത്വന സൊസൈറ്റി പുന്നംപറമ്പ് ടവറിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കറി പൗഡർ കൺസോർഷ്യം ഓഫീസ് നടത്തറ പൂച്ചട്ടിയിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംരംഭങ്ങളുടെ മൂല്യ ശൃംഖല വികസനം സാധ്യമാക്കാനും കുടുംബശ്രീ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. മലപ്പുറം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ കറി പൗഡർ, ഫ്ലോർ മിൽ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളായ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ചിക്കൻ മസാല, ഫിഷ് മസാല, മീറ്റ് മസാല, ഗരം മസാല, പുട്ടുപൊടി, ഗോതമ്പ് പൊടി എന്നീ ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത വില സ്വഭാവം കൊണ്ടുവന്ന് പൊതുവിപണിയിൽ ലഭ്യമാക്കുന്നതിനാണ് കറി പൗഡർ കൺസോർഷ്യം ഓഫീസിന്റെ പ്രവർത്തനം. നടത്തറ പഞ്ചായത്തിലെ പൂച്ചട്ടിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രാധാകൃഷ്ണൻ കെ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ ജയൻ, പഞ്ചായത്ത് അംഗം PK അഭിലാഷ്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കറി പൗഡർ കൺസോർഷ്യം ഓഫീസ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ വനിതാ കൈത്തൊഴിൽ കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായിട്ട് ഈ ഉദ്ഘാടനം നിർവഹിച്ചായി സന്തോഷപൂർവ്വം. കുടുംബശ്രീ ഇന്ന് ലോകപ്രശസ്തമാകുന്ന വിധത്തിൽ നിരവധികളായിട്ടുള്ള പദ്ധതികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ പരിപാടികളിലെല്ലാം നമുക്ക് വളരെയേറെ സന്തോഷവുമുണ്ട്. ആ പരിപാടികളെല്ലാം ലോകത്ത് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറുകയും ചെയ്യുന്നു. ഏതാണ്ട് 26 വർഷക്കാലം നീണ്ടുനിന്ന കുടുംബശ്രീ അനുഭവങ്ങളിൽ വളരെ വേഗതയിൽ രുചിക്കൂട്ടുകളുടെ നിറനിലാവുമായിട്ട് കുടുംബശ്രീ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുകയാണ്. കേരളത്തിൽ നിരവധികളായിട്ടുള്ള പുതിയ പദ്ധതികളിലേക്ക് കുടുംബശ്രീ കടന്നു. ഏറ്റവും പ്രധാനം നല്ല ഭക്ഷണം കൊടുക്കാൻ, കുറഞ്ഞ ചെലവിൽ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ജനകീയ ഹോട്ടലായിരുന്നു. ജനകീയ ഹോട്ടൽ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സാധ്യമാക്കി. ഇന്നലെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ പണം കൊടുക്കാൻ ഇടക്കാലത്ത് കുറച്ച് പ്രയാസമുണ്ടായെങ്കിലും നമുക്ക് കുടിശ്ശികൾ തീർത്ത് ആ പണം കൊടുക്കാൻ സർക്കാരിന് സാധിച്ചതോടെ നമ്മുടെ എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന വിധത്തിൽ പ്രദേശങ്ങളുടെ രുചിക്കൂട്ടിൻ്റെ ഒരു കേന്ദ്രമായി കുടുംബശ്രീ മാറി. വിശുദ്ധ എവുപ്രാസമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രം സന്ദർശിച്ച് അവരെ അടക്കം ചെയ്ത കല്ലറയിൽ വണങ്ങി. തുടർന്ന് എവുപ്രാസിയുടെ മ്യൂസിയം സന്ദർശിക്കുകയും 15 മിനിറ്റോളം നീണ്ട ഷോ കണ്ട് വിലയിരുത്തുകയും ചെയ്തു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഏകദേശം അരമണിക്കൂറിലധികം ചിലവഴിച്ച ശേഷമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരികെ പോയത്. തീർത്ഥകേന്ദ്രം സെക്രട്ടറി സിസ്റ്റർ ലിസി ജോൺ, റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ, സുപ്പീരിയർ സിസ്റ്റർ ലിസ് ജോ, ട്രഷറർ ശുഭ ചാക്കോ, കൺവീനർ ടാജ് ആന്റണി, ഡേവിസ് കൊള്ളന്നൂർ, പോളി കുളങ്ങര എന്നിവർ സന്നിഹിതരായിരുന്നു. അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്ക വികാരി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് നേതൃത്വം നൽകി. ദിവ്യബലിക്ക് ശേഷം റവന്യൂ മന്ത്രി കെ രാജൻ അലങ്കാര വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്. അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുകയാണ്. ഞാനിതൊരു വിശുദ്ധ, നിങ്ങളുടെ വിശുദ്ധി അറിയിക്കും. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കും. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. പ്ലീസ്
ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു ചിട്ടയാണ്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിൽ തകിടപ്പുറത്തെയാണ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതിയിൽ കൊണ്ട് ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളത് ആടിനെ തമ്മിൽ തല്ലിച്ചത് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കുന്നു. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുകേഷ് വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ രാവിലെ തന്നെ പ്രകോപനപരമായി പ്രതികരിച്ചിരുന്ന സുരേഷ് ഗോപി വീണ്ടും പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ പിടിച്ചുതള്ളിയത്. തൃശൂർ രാമനിലയത്തിൽ വച്ചായിരുന്നു സംഭവം. മച്ചാട് സാന്ത്വന സൊസൈറ്റി പ്രവർത്തന ഉദ്ഘാടനം പുന്നംപറമ്പ് തറയിൽ ടവറിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മച്ചാട് സാന്ത്വനം സൊസൈറ്റി പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങൾ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഏറ്റുവാങ്ങി. പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റിന്റെ വിതരണം CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ നിർവഹിച്ചു. മച്ചാട് സാന്ത്വനം സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. സൊസൈറ്റിയുടെ മെമ്പർഷിപ്പിന്റെ വിതരണോദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. മച്ചാട് സാന്ത്വനം സൊസൈറ്റിയുടെ വളണ്ടിയർമാർക്കുള്ള ജേഴ്സി വിതരണം മച്ചാട് സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വ്യവസായ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ, CPM തെക്കുംകര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി AK സുരേന്ദ്രൻ, തെക്കുംകര വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി NG സന്തോഷ് ബാബു, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, മച്ചാട് സാന്ത്വനം സൊസൈറ്റി ട്രഷറർ K നാരായണൻകുട്ടി, മുൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയാമ്മ ടീച്ചർ, മുൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാത ശ്രീനിവാസൻ, മച്ചാട് സാന്ത്വനം സൊസൈറ്റി സെക്രട്ടറി T പരമേശ്വരൻ, സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി VC സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പക്ഷേ പുതിയ പ്രശ്നങ്ങളും അതിനോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. പഴയകാലത്തേക്കാൾ ആരോഗ്യരംഗത്ത് ഒരുപക്ഷെ ലോകത്തിന് മാതൃകയാകാവുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലാണ്. നമ്മുടെ ശരാശരി ആയുസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 6 or 7 വയസ്സ് കൂടുതലാണ്. ജനന നിരക്ക് കുറവാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിലേക്ക് ഭാഗമായി നല്ല ഭക്ഷണം കിട്ടാൻ, നല്ല കുടിവെള്ളം കിട്ടാൻ ഒക്കെയുള്ള സൗകര്യങ്ങൾ കേരളത്തിലുണ്ട്. നല്ല വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷെ കേരളത്തിലെ പുതിയൊരു പ്രശ്നം ആരോഗ്യരംഗത്തെ 2ാം തലമുറ പ്രശ്നങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ അഴിമതിക്കും അമിത കെട്ടിട നികുതി വർധനയ്ക്കുമെതിരെ ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒല്ലൂക്കര സോണൽ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കോർപ്പറേഷൻ മേയർ രാജിവെക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത DCC വൈസ് പ്രസിഡന്റ് IP പോൾ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി, കൌൺസിലർ ശ്യാമള മുരളീധരൻ, PU ഹംസ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജോമോൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി KT എബ്രഹാം, സജോ സണ്ണി, P നാരായണൻ, CO ലാസർ, ജയദേവൻ, സുധാകരൻ, സഫിയ ജമാൽ, തിമോത്തി വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 6-7 വർഷക്കാലം തുടർഭരണത്തിലൂടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ വെല്ലുന്ന രീതിയിലാണ് തൃശൂർ കോർപ്പറേഷനിൽ ശ്രീ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണ സംവിധാനം അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വെള്ളക്കരം വർദ്ധിപ്പിച്ചു. അത് ക്രമാതീതമായി ഉള്ള വർധനവല്ല.
നൂറുകണക്കിന് ശതമാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത്. ഇത്രമാത്രം വെള്ളക്കരം വർദ്ധിപ്പിച്ച ഒരു ഭരണ സംവിധാനം തൃശൂർ കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമാണ്. ബിൽഡിംഗ് ടാക്സ് ഇവിടെ സൂചിപ്പിച്ചു. തിരുവഴുത്ത് 2024 ബൈബിളിലെ പുതിയ നിയമം പകർത്തി എഴുതുന്നതിൽ തൃശൂർ മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ മതബോധന യൂണിറ്റിന് ലോക റെക്കോർഡ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം പകർത്തി എഴുതുന്നതിൽ ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. തിരുവഴുത്ത് 2024 എന്ന പേരിൽ മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഗസ്റ്റ് 26 നടത്തിയ പ്രോഗ്രാമിൽ 296 മതബോധന വിദ്യാർത്ഥികൾ ചേർന്ന് 94 മിനിറ്റ് കൊണ്ട് പുതിയ നിയമം പൂർണ്ണമായും പകർത്തി എഴുതി. 2007 ജൂലൈ 8 മധ്യപ്രദേശിലെ ഭോപ്പാലിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന 123 മിനിറ്റിന്റെ റെക്കോർഡാണ് മാറ്റിക്കുറിച്ചത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ അധികൃതരുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പിള്ളി, മതബോധന പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി മരിയ, വൈസ് പ്രിൻസിപ്പൽ ഷിജു വർഗീസ്, സെക്രട്ടറി ജെസ്വിൻ സാജു, ആൻഡോ പോൾ മാസ്റ്റർ, റിൻഡോ ജോസ്, PTA പ്രസിഡന്റ് റെജി ഇരിമ്പൻ, കൈക്കാരൻ പ്രതിനിധി വിൽസൺ പ്ലാക്കൽ, മതബോധന അധ്യാപകർ, ഇടവക PRO നിധിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ മുഴുവൻ സമയ ഡയറക്ടറെ നിയമിക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ.
കേരള സംസ്ഥാനത്തും രാജ്യത്തും വന്യജീവി സംരക്ഷണത്തിനും ഗവേഷണത്തിനും വിനോദസഞ്ചാരത്തിനും സഹായകമാകുന്ന സ്ഥാപനമാണ് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്ക്. ആവാസ സംവിധാനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് പക്ഷി മൃഗാദികളെ തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂരിലേക്ക് മാറ്റുന്ന പ്രക്രിയ തുടരേണ്ട കാലഘട്ടമാണിത്. ഇതിനായി സെൻട്രൽ സൂ അതോറിറ്റി 2023 സെപ്റ്റംബർ 6 അനുമതി നൽകിയതാണ്. അതനുസരിച്ച് 2023 ഒക്ടോബർ 2 വളരെ ഗംഭീരമായി ആഘോഷത്തോടെ 3 മയിലുകളെ പുത്തൂരിലേക്ക് കൊണ്ടുവന്നു. ജീവികളുടെ മാറ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 മാസം പിന്നിടുമ്പോഴും കേവലം 39 ജീവികളെ മാത്രമാണ് പുത്തൂർ മൃഗശാലയിലേക്ക് സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയത്. അതിൽ തന്നെ 10 ജീവികൾ ചത്തു. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലാണ് സ്വാഭാവിക മരണം നടന്നത് എന്ന് അധികൃതരുടെ വിശദീകരണം. സുവോളജിക്കൽ പാർക്കിന്റെ പുതിയ സ്ഥലത്തേക്ക് തൃശൂരിൽ നിന്നും മൃഗങ്ങളെ മാറ്റുമ്പോൾ മെച്ചപ്പെട്ട ആരോഗ്യമുള്ളതും താരതമ്യേന പ്രായം കുറഞ്ഞതും ഗർഭാവസ്ഥയിലല്ലാത്തതുമായ ജീവികളെയാണ് ആദ്യഘട്ടത്തിൽ മാറ്റേണ്ടിയിരുന്നത്. അതിനു പകരം പ്രായം ചെന്നതും ഗർഭാവസ്ഥയിലുള്ളതുമായ ജീവികളെ മാറ്റിയപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടായി. അടിയന്തരമായ പുനർചിന്തനം വേണം. അല്ലാത്തപക്ഷം പുതിയ സുവോളജിക്കൽ പാർക്കിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഒഴിവാക്കണം. ആരോഗ്യപരമായി സുസ്ഥിതിയുള്ള ജീവികളെ ഘട്ടം ഘട്ടമായി മാറ്റുകയും ചുരുങ്ങിയത് 2 മാസമെങ്കിലും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം. ഡയറക്ടർക്ക് മറ്റ് വേറെ 2 ചുമതലകൾ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആണ് നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെടുന്നത് പൂർണ്ണ സമയം ഇവിടെ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു ഡയറക്ടർ വേണം എന്ന് ഉള്ളത്. മറ്റൊന്ന്, മൃഗങ്ങളെ ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് കൂടുതൽ ആരോഗ്യമുള്ള കാര്യക്ഷമമായ മൃഗങ്ങളെ, ആരോഗ്യ രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട മൃഗങ്ങളെയാണ് ആദ്യം ഇങ്ങോട്ട് മാറ്റേണ്ടത്. രോഗാതുരരായിട്ടുള്ളവരും ഗർഭം ധരിച്ചവരായിട്ടുള്ള ജീവികളെയൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ അവയെ പരിപാലിക്കാനുള്ള പ്രയാസങ്ങളുണ്ടാവും. അവയ്ക്ക് ചിലപ്പോൾ മരണമോ അതുപോലെയുള്ള അത്യാപത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ അത്തരത്തിൽ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി എന്നുള്ളത്. പക്ഷെ അത് മൃഗങ്ങളെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. ഇനിയെങ്കിലും മൃഗങ്ങളെ മാറ്റുമ്പോൾ ഘട്ടം ഘട്ടമായി മാറ്റുന്നത് ആരോഗ്യപരമായി മെച്ചപ്പെട്ട മൃഗങ്ങളെ മാറ്റുകയും അവയെ നിരീക്ഷിച്ച് പരിപാലിക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കിയ ശേഷം മാറ്റണം എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. മറ്റൊന്ന്, തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ സ്റ്റാഫ് അംഗങ്ങൾ, എല്ലാ തരത്തിലുള്ള സ്റ്റാഫ് അംഗങ്ങളും കൂട്ടായ ഉത്തരവാദിത്വത്തോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇതുവരെയും ഉണ്ടായിരുന്നത്. അതിനെ നമുക്ക് നിലനിർത്താൻ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഒറ്റ മനസ്സോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷത്തെ നമുക്ക് നിലനിർത്താനായി സാധിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റാഫ് അംഗങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം, സ്ഥിരമായ ഒരു ഡയറക്ടർ, പൂർണ്ണ ചുമതലയുള്ള ഒരു ഡയറക്ടർ വളരെ അനിവാര്യമാണ്. മരോട്ടിച്ചാൽ AUPS സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച വയനാടിനൊരു കൈത്താങ്ങ് ധനസഹായം മന്ത്രി കെ രാജൻ ഏറ്റുവാങ്ങി. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷിജു പാണ്ടാരി അധ്യക്ഷത വഹിച്ചു. സമ്പന്നർ നൽകുന്ന ലക്ഷങ്ങളെക്കാളും കോടികളെക്കാളും മൂല്യം കൂടുതലാണ് വിദ്യാർത്ഥികൾ നൽകുന്ന നാണയത്തുട്ടുകൾക്കെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. സ്കൂളിലെ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വയനാടിനൊരു കൈത്താങ്ങുമായി രംഗത്ത് വന്നത്. സ്കൂൾ പ്രധാന അധ്യാപിക ലീന VN, സ്കൂൾ മാനേജർ K ഗോപകുമാർ, MPTA പ്രസിഡന്റ് മെൽവി, അധ്യാപിക ഷാലിക്ക് ഡേവിസ് എന്നിവർ സംസാരിച്ചു. രൂപയേക്കാൾ സർക്കാർ വിലമതിക്കുന്നത് മരോട്ടിച്ചാൽ AUPS സ്കൂളിൽ LKG മുതലുള്ള കുട്ടികൾ അവരുടെ കയ്യിൽ നൽകിയ ചില്ലറ തുട്ടുകളാണ് എന്ന് വളരെ സന്തോഷപൂർവ്വം കേരള ഗവൺമെന്റിന് വേണ്ടി അവസരത്തിൽ പറയാൻ വേണ്ടി വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നൽകിയ കോടിക്കണക്കിന് രൂപയേക്കാൾ വില നിങ്ങൾ നൽകിയ 50 പൈസയ്ക്കും, നിങ്ങൾ തന്ന 1 രൂപയ്ക്കും, നിങ്ങൾ തന്ന 5 രൂപയ്ക്കും, നിങ്ങൾ തന്ന 10 രൂപയ്ക്കും ഉണ്ട്. കാരണം നിങ്ങളത് മനസ്സ് തുറന്നു തരിക. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ടീച്ചർമാർ അറിയാൻ കൂടി വേണ്ടി, നിങ്ങൾ മക്കൾക്ക് പറഞ്ഞാൽ എത്ര മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, ടീച്ചർമാർ അറിയാൻ വേണ്ടി കൂടി ഒരു വാചകം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കും അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ഒക്കെ സമ്പൂർണ്ണമായിട്ടുള്ള പുനരധിവാസമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്.
ഞാൻ പറഞ്ഞത് കോടിക്കണക്കിന് രൂപ നൽകിയതിനേക്കാൾ വലിയ ഇടപെടലുകൾ അവിടെ ഉണ്ടായി. ആദ്യത്തെ ദിവസം ഈ മരണപ്പെട്ടവരുടെയും ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെയും ഇടയിലൂടെ ഏറ്റവും വേദനയോടെ നടക്കുന്ന നേരത്ത് എൻ്റെ വാട്സപ്പ് ഫോണിൽ ഒരു സന്ദേശം വന്നു. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറയാറുണ്ട്. ആ സന്ദേശം ഇതാ 1 കോടി രൂപ തരുന്നു, 2 കോടി രൂപ തരുന്നു, 5 കോടി രൂപ തരുന്നു, 10 കോടി രൂപ തരുന്നു എന്ന സന്ദേശമല്ല. ആ സന്ദേശം അയച്ചത് ഒരു കച്ചവടക്കാരനോ കയ്യിൽ പണമുള്ള ഒരാളോ അല്ല. എൻ്റെ പ്രായമില്ലാത്ത എൻ്റെ അനിയത്തിയായ ഒരു കൊച്ചു പെൺകുട്ടി, ഒരു മകളെ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു പെൺകുട്ടി രാത്രി ഏറെ വൈകി അയച്ച സന്ദേശം പറയുന്നത്, ഞാൻ വാർത്ത കാണും വല്ലാതെ ഭയചകിതയാണ്. അവിടെ മുലകുടിക്കുന്ന കുട്ടികൾ മരണപ്പെട്ട അമ്മമാരുടെ മുമ്പിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനലിലൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുലകുടുക്കാൻ പറ്റാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിറമാറുമായി ഒരമ്മ അകലദൂരം അകലെയല്ലാതെ വിളിപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് ബന്ധപ്പെട്ടവരോട് പറയണം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കാനും സംരംഭകരാകാനും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ശില്പശാല നടത്തുന്നു. ഓഗസ്റ്റ് 29 ഉച്ചയ്ക്ക് 2 കണ്ണംകുളങ്ങര കുടുംബശ്രീ ആസ്ഥാന മന്ദിര ഹാളിലാണ് ശില്പശാല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048723311016. ജില്ലാതല റോളർ സ്കേറ്റിംഗിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി എരവിമംഗലം LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി ജാനകി സജീഷ്. 5 മുതൽ 7 വയസ്സ് വരെയുള്ളവരുടെ 800 മീറ്റർ വിഭാഗത്തിലാണ് മിന്നുന്ന വിജയം. കൊരട്ടിയിൽ വെച്ച് സംഘടിപ്പിച്ച മത്സരത്തിലാണ് ജാനകി ജില്ലാതല ചാമ്പ്യനായത്. എരവിമംഗലം സ്വദേശി തണ്ടിയേക്കൽ സജീഷിന്റെയും ഐശ്വര്യയുടെയും മകളാണ് ഈ മിടുക്കിക്കുട്ടി. മത്സരത്തിൽ വിജയം നേടി സ്കൂളിലെത്തിയ വിദ്യാർത്ഥിനിയെ സ്കൂൾ പ്രധാന അധ്യാപിക പ്രസന്നകുമാരി ഉപഹാരം നൽകി സ്വീകരിച്ചു. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLED കോഴ്സിന്റെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ TTAകളിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിലേക്കുള്ള 1ാം ഘട്ട പ്രവേശന ഇന്റർവ്യൂ ഓഗസ്റ്റ് 23 മുതൽ 29 വരെ തീയതികളിൽ 9:30 മുതൽ തൃശൂർ CMS ഹൈസ്കൂളിൽ നടക്കുന്നു. ഇന്റർവ്യൂവിന് അർഹരായവരുടെ ലിസ്റ്റ് കളക്ടറേറ്റിലുള്ള വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വരുന്നവർ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് യോഗ്യത, ആനുകൂല്യം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ ഹാജരാക്കണം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് പ്രവേശനം. മറ്റൊരു ഇടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
കോർപ്പറേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പട്ടാളം റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം സംസ്ഥാന സമിതി അംഗം സുലേഖ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഫസീല ഹനീഷ്, ഹൈറുനിസ എന്നിവർ സംസാരിച്ചു. പെട്ടെന്ന് തന്നെ അത് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഭരണകൂടം ഇത്രയേറെ പൈസ ചെലവിട്ട് സിനിമാ മേഖലയിൽ, നമുക്കറിയാം സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരുപാട് കോടികളും മില്യണുകളും മാറിമറിയുന്ന ഒരു വ്യവസായമാണ്. നമുക്കറിയാം മനുഷ്യരെ സ്വാധീനിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു മാധ്യമം എന്ന നിലയ്ക്ക് സിനിമാ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിലേക്ക് നെറ്റിനോക്കാൻ അല്ലെങ്കിൽ അതിലൊരു ചാൻസ് കിട്ടാൻ നിൽക്കുന്ന ഒരുപാട് കലാകാരികളുള്ള നാടാണ് നമ്മുടേത്. മറ്റേതൊരു തൊഴിലിടത്തിലും എന്നതുപോലെ തന്നെ സിനിമാ മേഖലയിലും കൃത്യമായി സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് 2017 അത്തരം പ്രമുഖ നടിയുടെ പീഡന കേസുമായി ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ച് ഇത്തരമൊരു കമ്മീഷൻ നിലവിൽ വന്നത്. ആ കമ്മീഷൻ ഇത്രയേറെ പണിപ്പെട്ട് ഒരുപാട് ആളുകളുടെ മൊഴിയെടുത്ത് ഇത്രയും ഇരകളുടെയൊക്കെ മൊഴികൾ കേട്ട് എന്നിട്ട് അത് രൂപപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ 4 വർഷവും അത് തുറക്കാതിരുന്ന, അത് അടച്ചുപൂട്ടി വെച്ച് ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി കാത്തുനിന്ന ആ ഭരണകൂടത്തോടാണ് വിമർശനം പറയാനുള്ളത്. മറ്റേത് മേഖലയിലും സ്ത്രീകളെ നിങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സർക്കാരാണെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഈ കമ്മീഷൻ പുറത്തുവിടുന്ന വിവരങ്ങൾ മുഴുവനായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല? ഇപ്പോൾ പുറത്തു വന്നപ്പോൾ നമുക്കറിയാം എത്രയോ നടികൾ, എത്രയോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവർക്ക് അനുഭവപ്പെട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല? എന്നിട്ട് നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 4ാം 100 ദിന പരിപാടി 2024 ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ ജില്ലാതല തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ 9 തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 8:30 മുതൽ നടക്കും. അദാലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ, സ്ഥിരം അദാലത്ത് സമിതി, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസുകൾ എന്നിവയിൽ തീർപ്പാക്കാതെയുള്ള പൊതുജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും പുതിയ പരാതികളും സ്വീകരിക്കുന്നതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. അദാലത്ത് തീയതിക്ക് 5 ദിവസം മുൻപ് വരെ പരാതി സമർപ്പിക്കാവുന്നതുമാണ്. വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം ഉടമയ്ക്ക് തിരികെ കൈമാറി നടത്തറ പഞ്ചായത്തിലെ ഡ്രൈവർ AT സാബു മാതൃകയായി. നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തെ റോഡിൽ നിന്നാണ് 27,500 രൂപ അടങ്ങിയ പൊതി പഞ്ചായത്തിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ സാബുവിന് ലഭിച്ചത്. പൊതിയിൽ നിന്നും ലഭിച്ച പണം പിന്നീട് ഉടമയെ കണ്ടെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷിന്റെ സാന്നിധ്യത്തിൽ കൈമാറുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടുംബശ്രീ മിഷന്റെ കറി പൗഡർ കൺസോർഷ്യം ഓഫീസ് നടത്തറ പൂച്ചട്ടിയിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂരിൽ വിശുദ്ധ എവുപ്രാസമ്മയുടെ തീർത്ഥകേന്ദ്രത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിശുദ്ധയുടെ കബറിടം സന്ദർശിച്ച് വണങ്ങി. തൃശൂർ രാമനിലയത്തിൽ നിന്നും പുറത്തിറങ്ങിയ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരാഞ്ഞ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായി പരാതി. മച്ചാട് സാന്ത്വന സൊസൈറ്റി പുന്നംപറമ്പ് ടവറിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.